അപ്പോൾ നമുക്ക് കണ്ണൂർക്ക് പോവാം. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പോകണം ഞങ്ങൾക്ക്. ഇത് നമ്മുടെ കാറിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ബെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബ്ലാങ്കറ്റും പുതപ്പും കാര്യങ്ങളും ബെഡ്ഷീറ്റൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ ലൈറ്റ് സ്റ്റാൻഡ്, റിംഗ് ലൈറ്റ്, LC. പിന്നെ നമുക്ക് ഇതൊക്കെ കൊണ്ടുപോകണം. കൊച്ചിന് ട്യൂട്ടോറിയൽ വർക്ക് വീഡിയോസ് എടുക്കാനുള്ളതാണ്. പിന്നെ ആ ബാഗുണ്ട്. ഇത്രയും വേണ്ടി ഈ കാണുന്ന ബാഗുകളുണ്ട്. ഇതുണ്ട് ലാപ്ടോപ്പ്, ക്യാമറ, കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തൊക്കെയുണ്ട്. പിന്നെ ഈ 2 കവർ ചെരുപ്പിന് കൊണ്ടുപോകണം. ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണം. ഫസ്റ്റ് സെക്ഷൻ സാധനങ്ങൾ എൻ്റെ ഡ്രസ് ബാഗ്, പില്ലോയും കാര്യങ്ങളും, പിന്നെ താഴത്തെ റിംഗ് ലൈറ്റ്. ഇത്ര സാധനങ്ങളായിട്ട് നമ്മൾ നേരെ പാർക്കിങ്ങിലേക്ക് പോവാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം ഈ 2 സൈഡ് സീറ്റും നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടും. എന്താ അതിനുശേഷം ഈ ബാക്ക് സീറ്റ് ഇങ്ങോട്ട് കിടത്തിയിടും. നമ്മുടെ ഒരുവിധപ്പെട്ട ബാഗുകൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഒതുക്കും കേട്ടോ. അതിനുശേഷം ഈ കാണുന്ന ഇതാണ് നമ്മുടെ ബെഡ്, കട്ടിൽ. ഈ കട്ടിൽ നമ്മൾ വിടർത്തി അങ്ങോട്ട് ഇടും. കണ്ട വണ്ടി പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, വണ്ടി സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കും. അതാണ് എപ്പോഴുള്ള ടാസ്ക്. വണ്ടി കാണിച്ചു തരാം. ബാഗൊക്കെ നമ്മൾ ഇവിടെയൊക്കെ വെച്ചേക്കണേ. നമ്മള് നേരത്തെ എൻ്റെ സെറ്റപ്പ് അല്ലല്ലോ, മൊത്തം വൈബ് പോലെ. ഇവിടെ ഉള്ള എല്ലാ സ്ഥലങ്ങളും നമ്മളുടെ ഓൾ ഇന്ത്യ ട്രിപ്പോടെ നമുക്കറിയാം ഈ വണ്ടിയിൽ എവിടെയൊക്കെ എന്തോരം സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ ബെഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഒരാൾ ഫ്രണ്ടിലേക്കും, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സാധനങ്ങൾ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് 2 പേർക്കും വേണമെങ്കിൽ കിടക്കാം. അതെ, ഇറങ്ങിയപ്പോൾ തന്നെ പ്രാവ്. ബൈ ഫ്ലാറ്റ്, ബൈ. രാവിലത്തെ ട്രാഫിക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞാലേ നമുക്കൊന്ന് ഫ്രീ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കളമശ്ശേരി എത്തുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാണ്. അപ്പോൾ ഞാൻ പൂരി സെറ്റ് പറഞ്ഞു, സോന കോട്ടി റോസ്റ്റ് പറഞ്ഞു, കൊച്ച് മസാല ദോശ. സോനെ ഞങ്ങൾ കോഴിക്കോട് അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താക്കി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. കോഴിക്കോട് വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റ്. നല്ല ഊണും ചെമ്മീൻ തവാ ഫ്രൈയും പറഞ്ഞു. ഞാനൊരു മട്ടൻ ചാപ്സും നെയ്ച്ചോറ്. ഫുഡ് വരുന്നതിന് മുമ്പ് ഞാൻ ഓർഡർ ചെയ്ത അന്നാർ ജ്യൂസ്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് തന്നെ ഫുഡ് വന്ന്. ഇതെൻ്റെ നെയ്ച്ചോറ്, പപ്പടം, സാലഡ്, അച്ചാറ്. ഇതാണ് നമ്മുടെ മട്ടൻ ചാപ്സ്. നമ്മുടെ ചെമ്മീൻ തവ. പിന്നെ കൊച്ചിന് ചോറ് വന്നിട്ടില്ല. ചോറിൻ്റെ കൂടെ എന്തൊക്കെയോ സൈഡ് ഉണ്ടല്ലോ ഞാൻ. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. കൊച്ചിന് ചോറ് വന്നിട്ടില്ല. വലിയ കഴിക്കുമല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇതണ്ട ഹൈവേ പോകണണ്ട. ഹൈവേന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോഴാണ് ഈ കട ഇവിടെ ഉള്ളത്. ഭയങ്കര രസമായിട്ട് അതിൻ്റെ ആംബിയൻസൊക്കെ. അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷേ വാഷ്റൂമും എല്ലാം നല്ല സൗകര്യമൊക്കെയാണ്. ഫുഡ് എൻ്റെ അത്രയും എനിക്ക് ഇതായില്ല. പക്ഷേ എന്താ അങ്ങനെ തോന്നാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു എനിക്കൊരു പിടി ചോറും സാമ്പാറും തന്നു. എനിക്ക് കിട്ടില്ല ടേസ്റ്റ്. ഊണ് കഴിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. അത് കഴിച്ചിട്ട് പിന്നെ ബാക്കിയൊന്നും ടേസ്റ്റ് ഇല്ല. അതായിരുന്നു അവസ്ഥ. കൊറേ സ്ഥലത്ത് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. റോഡിന്റെ നല്ല രസമുണ്ട് കാണാനല്ലേ. പണി അങ്ങ് തീരുമായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. പെട്ടെന്ന് നമുക്ക് കണ്ണൂരെത്താം. ഇത് ഇപ്പൊ തന്നെ നമ്മുടെ റോഡ് പണി തീരും. പിന്നെ ടോളുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു 2 ടോൾ എന്തായാലും ഉണ്ട്. 140-ന്റെ 130-ന്റെ ടോളുണ്ട്. പിന്നെ നമ്മുടെ തൃശ്ശൂര് ടോളുണ്ട്. മൊത്തം 3 ടോളുണ്ട്. ഇപ്പം നിലവിൽ അങ്കിങ്ങാട് വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മള് മറ്റേ ടോളിന്റെ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട്. 3000 രൂപക്ക് ഒരു വർഷത്തേക്ക് 200 പാസ്. 200 പ്രാവശ്യം നമുക്ക് പാസ് ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ച് അതാണ് ലാഭം. ഞാനേ
അതിൻ്റെ ഇടയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ടായി. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ടൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറെടുത്ത് ഞാൻ അങ്ങോട്ട് ഉറങ്ങി. നമ്മൾ 7 മണിയാകുമ്പോൾ വീട്ടിലെത്തണ്ടായിരുന്നു. പക്ഷെ ഇനി നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഒരു 8 മണി 8:30 ആവുമായിരിക്കും. കൊച്ചു നല്ല ഉറക്കം ഉറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലെത്തി. ഇനി നമ്മളുടെ മെയിൻ പരിപാടി വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുക. അതേ മമ്മി വന്നല്ലോ. മമ്മിയല്ലേ ഇന്നലെ വീഡിയോ കോൾ ചെയ്തിട്ട് വരാൻ പറഞ്ഞത്. പുതിയ ഫോൺ മേടിച്ച് ഞാനാ പപ്പയും വന്നു. ഹായ് പറഞ്ഞേ എവിടെ പപ്പയുടെ? ആ ഞാൻ കാതൂത്തി കണ്ടില്ലല്ലോ. വീഡിയോ ഉണ്ടായിരുന്നു. ഇനി മൂക്കോടെ കുത്തിയാലോ? അല്ല രണ്ടാമത്തെ സ്റ്റെപ്പ് ബിരിയാണി വാങ്ങിച്ചു തരാം. നമ്മുടെ പച്ചക്കറി തോരൻ, വെള്ളരിക്ക മാങ്ങ ചാറ്, വഴുതനങ്ങ മെഴുകുവരട്ടി, ഇത് രണ്ടും നമ്മുടെയാണ്. ഫ്രഷ്. ഇത് മീനാ? മീൻ നല്ല വരട്ടി അപ്പോ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമ്മൾ ഇവിടെ തോട്ടിലൊക്കെ പോകാൻ മുളക് പൊടി ഇല്ലാഞ്ഞിട്ട് കണ്ടിട്ട് വെള്ളം തന്നെ വായി. മുളക് അരച്ചു വെച്ചാൽ നമുക്ക് കൊഴുപ്പുണ്ടോ? കൊഴുപ്പാണെങ്കിൽ മുളക് അരച്ചു വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചട്ടിയോടെ വെച്ചോ. തുള്ളി വെള്ളം ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ചിട്ട് തിളപ്പിച്ച് വെക്കുവോ? മണം അടിച്ച് മൂക്കി കയറിയിട്ട് പണ്ടത്തെ വെള്ളം വേണ്ടി പൊടിയിട്ട് വെക്കുന്ന പോലെയല്ല, നാച്ചുറലായിട്ടാണ്. നല്ലതുണ്ട്. ഇതാണ് പ്രോ കുക്കിന്റെ പ്രോ കുക്ക് അല്ല ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ട്. ഇതാണ് പ്രോ കുക്ക്. അതിന്റെ പ്രോ കുക്ക് ഇതാണ്. അതെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. Good night. See you tomorrow.